ഞാൻ ഉറപ്പിച്ചത് ജീവരക്തം കൊണ്ട് എഴുതി തരാം. ഇതൊന്ന് പാലിച്ചു നോക്ക്. നിങ്ങളുടെ കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങളും എങ്ങോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, മാറിപ്പോവും. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങളത് ഈ ഞായറാഴ്ച മുതൽ പാലിക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മേൽ വരും. എന്തൊക്കെയാണ് നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ? ദൈവം പറയുകയാണ്, നഗരത്തിലും വയലിലും നീ അനുഗ്രഹിക്കപ്പെടും. അതായത് പട്ടണത്തിൽ നീ താമസിച്ചാൽ അവിടെ നീ അനുഗ്രഹിക്കപ്പെടും. നാട്ടിൻപുറത്ത് പോയി നീ താമസിച്ചാൽ അവിടെ നീ അനുഗ്രഹിക്കപ്പെടും. നീ എവിടെ ആണെങ്കിലും അനുഗ്രഹിക്കപ്പെടും. നീ നാട്ടിലും നഗരത്തിലും കാട്ടിലും ഗ്രാമത്തിലും അനുഗ്രഹിക്കപ്പെടും. നീ എവിടാണോ അവിടെ നിന്റെ കൂടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടും ആട്ടിൻപറ്റും അനുഗ്രഹിക്കപ്പെടും. അന്നത്തെ സാഹചര്യങ്ങളാണിത്. ആട്ടിൻകൂട്ടം, കന്നുകാലി, അതൊക്കെ അന്നത്തെ മനുഷ്യന്റെ വരുമാന മാർഗങ്ങളാണ്. അതായത് ദൈവം പറയുകയാണ്, നിന്റെ ജീവിത മാർഗത്തെ ഞാൻ അനുഗ്രഹിക്കും. നാട്ടിലാണേലും നഗരത്തിലാണേലും ഗ്രാമത്തിലാണേലും നിന്റെ ജീവിത മാർഗത്തെ ഞാൻ അനുഗ്രഹിക്കും. അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിക്കപ്പെടും. അതായത് നീ എന്നാ ചെയ്താലും അതിനകത്തൊരു അനുഗ്രഹം ഉണ്ടായിരിക്കും. നീ ഒരു ചെടി നട്ടാൽ അത് മരമാവും. നീ ഒരു കാര്യം തുടങ്ങിയാൽ അത് അഭിവൃദ്ധിപ്പെടും. നീ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് നടക്കും. വേണ്ട ഇതല്ലേ ആഗ്രഹിക്കുന്നേ? ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് ദൈവം പറയുകയാണ്, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ കർത്താവ് തോൽപ്പിക്കും. നിന്റെ കൺമുമ്പിൽ വെച്ച് തോൽപ്പിക്കും. നീ നോക്കി നിൽക്കെ നിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്നവർക്ക് മനുഷ്യരല്ല ശത്രുക്കൾ, പിശാചുക്കളാണ് ശത്രുക്കൾ. പിശാചിന്റെ ഉപദ്രവങ്ങളെ നിന്റെ കൺമുമ്പിൽ വെച്ച് ദൈവം തോൽപ്പിച്ചു കളയും. അവർ നിനക്കെതിരെ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഒരു വഴിയിലൂടെ പിശാച് വരും, 7 വഴിക്ക് ഓടിക്കോളും. ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടി, പഴയ നിയമത്തിൽ പല ഉടമ്പടിയുണ്ട്. നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ജനവുമായി സീനായി മലയിൽ വെച്ച് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഉടമ്പടികളെല്ലാം പൂർത്തിയായത് പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ഥാപന വചനങ്ങളുടെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പുരോഹിതൻ പറയും, ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. പുതിയൊരു ഉടമ്പടി. ആ ഉടമ്പടി ഉണ്ടായത് യേശുവിലൂടെയാണ്. യേശുവിലൂടെ പുതിയൊരു ഉടമ്പടി ഉണ്ടായി. മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. എന്താണ് ആ കരാറ്? നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഇതാണ് ഈ കരാർ. എല്ലാ ഉടമ്പടിയിലും ദൈവം പറഞ്ഞത് ഈ കാര്യമാണ്, ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനം. പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ ആ ഉടമ്പടിയുടെ ഭാവം മാറി. ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. ഇതാണ് പുതിയ ഉടമ്പടി. ഞാൻ നിങ്ങളുടെ പിതാവാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, പുറപ്പാട് 31 പറയുകയാണ്, സാബത്ത് എന്തിനാ ആചരിക്കേണ്ടതെന്ന് അറിയാമോ? ദൈവമേ, ഞങ്ങൾ നിന്റെ മക്കളാണെന്ന്, നീ എൻ്റെ പിതാവാണെന്ന്, ഞങ്ങൾ നിന്റെ മക്കളാണെന്ന് ദൈവജനം പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതിന് നീ ദേവാലയത്തിൽ വരണം. അതായത് ഞായറാഴ്ച ഒരു വ്യക്തി ദേവാലയത്തിൽ വരുമ്പോൾ, ഈ പച്ച പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ വെള്ള ഇട്ട് വരണം, വെള്ള വസ്ത്രം ധരിച്ച്. അതിന് പറയുന്നത് സൺഡേ ബെസ്റ്റ് എന്നാണ്. സൺഡേ ബെസ്റ്റ്, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഞായറാഴ്ച. ഇത് ദൈവത്തിന്റെ മുമ്പിൽ ദൈവജനം വരികയാണ്. നമ്മൾ പുറപ്പാട് 19 അധ്യായം വിവരിക്കും. അവിടെ സീനായി മലയെ സമീപിക്കുന്ന സമയത്ത് എല്ലാവരും വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കണം എന്ന് ദൈവം പറയുന്നത്. അതായത് കർത്താവിന്റെ ഉടമ്പടി ജനം ദൈവത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഏറ്റവും നല്ല രീതിയിലാണ് വരേണ്ടത്. ചുമ്മാ കൂറ പിടിച്ച് വരരുത്. മനസ്സിലായോ? അതിൽ 15 ദിവസം ഇട്ട തുണിയായിട്ട് പള്ളി വരരുത്. മനസ്സിലാവുന്നുണ്ടോ? ഉള്ളത് ഒരെണ്ണേ ഉള്ളതിലും അത് അലക്കി വെളുപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനം പറയാണ്. അതാണ് വെള്ളയിക്കിട്ട് വരാൻ പറയുന്നത്. കരിങ്കൊടിയായിട്ടൊന്നും വരരുതെന്ന് പറയുന്നതിന്റെ കാരണം, അതായത് ദേവാലയത്തിൽ വരുമ്പോൾ, ഇന്ന് വന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ വരുമ്പോൾ വെള്ള വസ്ത്രധാരികളായിട്ട്, ശുഭ്ര വസ്ത്രധാരിയായിട്ട് വരണമെന്ന് പറയുന്നതിന്റെ കാരണം, ദൈവത്തെ സമീപിക്കുകയാണ്. ദൈവത്തിന്റെ ഉടമ്പടി ജനമാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ ഉടമ്പടി ജനം. ആ ജനം ദേവാലയത്തിൽ കർത്താവേ, ഞങ്ങൾ നിന്റെ മക്കളാണെന്ന് പ്രഖ്യാപിക്കാൻ വരികയാണ്. അതുകൊണ്ട് ഞായറാഴ്ച നീ വരുമ്പോ തന്നെ പിശാചിന് ഇത് മനസ്സിലാവും. പിശാചിന് വചനം അറിയാം. പിശാചിന് മനസ്സിലാവും, അയ്യോ അത് നിങ്ങൾ മക്കളാണെന്ന് അറിഞ്ഞു, ആ പ്രശ്നമായി. മക്കളാണെന്ന് അറിഞ്ഞ് അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതാ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വരാതിരിക്കാൻ മുടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നീ പോകണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുത്തുന്നത് എന്തുകൊണ്ടാ? നീ മക്കളാണെന്ന് അറിഞ്ഞാൽ അവന്റെ പിടുത്തായി.
ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. എബ്രായർ 10:25. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിവസം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. ഭാര്യ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കണം. ശനിയാഴ്ച ആകുമ്പോൾ, വെള്ളിയാഴ്ച ആകുമ്പോഴേ ഞായറാഴ്ച പോകണ്ടേ, കിടന്നുറങ്ങരുത്, 4 മണിക്ക് അലാറം വെക്കണം, പ്രോത്സാഹിപ്പിക്കണം. ശനിയാഴ്ച ആകുമ്പോഴേ പറയണം, അയ്യോ നാളെ പോകണ്ടേ, വെള്ളയൊക്കെ ഉണ്ടോ, വെള്ളം റെഡിയാക്കി ഇട്ടിട്ടുണ്ടോ, അത് വെള്ള വസ്ത്രം ധരിച്ച് പോകണം, കൂടുതൽ അല്ലാതെ ഞായറാഴ്ച ദിവസം നമുക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കരുത്. കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? അപ്പോ ചിലർ സാധാരണയായി ചെയ്യാറ്, അന്നേ ഉണ്ട് ഇത്. പോലീസുകാരിലെ അങ്ങനെ എഴുതുവോ? അന്നേ ഇതുപോലത്തെ ജാതികളുണ്ട്. എന്താണ്? പള്ളി വരാത്ത ജാതികൾ അന്നേ ഉണ്ട്. അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ. ഓശാനയ്ക്ക് മാത്രം വരരുത്. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി കുടിക്കാൻ മാത്രം നീ വരരുത്. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കുടുംബത്തില് മക്കള്, മാതാപിതാക്കളെല്ലാം പള്ളിയിൽ പോവാൻ നിർബന്ധിക്കണം. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, സമയമില്ല അല്ലെ പറഞ്ഞു തരായിരുന്നു. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. ഇനി ഒരു കാര്യം കേട്ടു, സഭയുടെ പ്രബോധനം അനുസരിച്ച് ഇത് ദൈവത്തിന്റെ കൽപ്പനയായതുകൊണ്ട് ഒരു ഞായറാഴ്ച ദിവസം നിങ്ങൾ ദേവാലയത്തിൽ വരാതിരുന്നാൽ കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവാദമില്ല. ആ കടത്തിന്റെ പേരാണ് ഞായറാഴ്ച കടം. യാതൊരു വെളിവില്ലാതെ 10 ആഴ്ച വരാതിരുന്നിട്ട് 11ാമത്തെ ആഴ്ച നാക്ക് നീട്ടി കുർബാന സ്വീകരിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അച്ചോ, ഞായറാഴ്ച കടം ഇതറിഞ്ഞിരിക്കണം. ഇത് കടമാണ്. ഇതിങ്ങനെ തലയെ കിടക്കും. ഈ കടം മറ്റേ ഓർമ്മയുണ്ടല്ലോ, 70 കൊല്ലം പോയി ബാബിലോണിൽ കിടന്നത്. ഈ മേളിൽ ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. നിന്റെ കള്ളത്തരം മുഴുവൻ കേട്ടോ, മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞായറാഴ്ച ദിവസം പള്ളി വരാതെ ഒരു 2 ആഴ്ച കല്യാണത്തിനും പെരുന്നാളിനും നൂലുകെട്ടിനും പിന്നെ സകല കെട്ടിനും പോയിട്ട് അവസാനം പിറ്റേ ആഴ്ച വന്നിട്ട് എല്ലാം മിടുക്കനായിട്ട് വന്ന് കുർബാന സ്വീകരിക്കും. ഞായറാഴ്ച കടം, അത് ഓർത്തിരിക്കണം. ഇത് കടമാണ്. നിനക്ക് 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ അത് എങ്ങനെയും കൊടുത്തു തീർക്കാം. ഈ കടമൊക്കെ എങ്ങനെ വീട്ടും? കടമാണ്. അതുകൊണ്ട് ഇത് കുമ്പസാരക്കൂട്ടിൽ ഒന്ന് ഏറ്റു പറയുന്നത് നല്ലതാണ്. അതായത് അനേകം ഞായറാഴ്ചകൾ പള്ളി പോയിട്ടില്ല, എന്നിട്ട് ഒരു മടിയില്ലാതെ അടുത്ത ആഴ്ച വന്നിട്ട് അത് പാപമാണെന്ന് പോലും ചിന്തിക്കാതെ കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞായറാഴ്ച കടമാണ്. നമ്മൾ ഞായറാഴ്ച ദിവസം ആചരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യം തീരുമാനം എടുക്കുക. അതായത് ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ സാബത്താണ്. നമ്മുടെ സാബത്ത് ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ. ഇനി തെറ്റിദ്ധരിക്കരുത്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച ദിവസമാണ് അവിടുത്തെ അവധി ദിവസം. അതുകൊണ്ട് അവിടെ സഭ പറഞ്ഞനുസരിച്ച് അവിടെയുള്ള ആളുകൾ വെള്ളിയാഴ്ചയാണ് ഈ സാബത്ത് ആചരിക്കുന്നത്. അതുകൊണ്ട് ഇനി അവരിനി ഇതിലോർത്ത് പാരപ്പെടുമൊന്നും വേണ്ട. നിങ്ങളുടെ ദിവസം വെള്ളിയാഴ്ച. ഇത് കുടുംബം ഒരു തീരുമാനം എടുത്തേ, ശനിയാഴ്ച വൈകിട്ട് 6 മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 വരെ സാബത്താണ്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ടെലിവിഷൻ ഓഫ് ചെയ്യണം. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ബാക്കി കലാപരിപാടികളെല്ലാം നിർത്തണം. ശനിയാഴ്ച വൈകിട്ട് 6 മുതൽ പ്രാർത്ഥിച്ച് ഞായറാഴ്ചക്ക് വേണ്ടി ഒരുങ്ങണം. എല്ലാം എടുത്തു വെക്കണം. വേദപുസ്തകം പിന്നെ ബൈബിൾ എടുത്തു വെക്കണം, വേദപാഠ പുസ്തകം എടുത്തു വെക്കണം, നോട്ട്ബുക്കെല്ലാം എടുത്തു വെക്കണം, തുണിയെല്ലാം എടുത്തു വെക്കണം. എല്ലാം എടുത്ത് റെഡിയായി ശനിയാഴ്ച വൈകിട്ട് എല്ലാം റെഡിയാക്കി വെക്കണം. അലാറമൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ഒരുക്കത്തോടൊന്ന് വന്നു നോക്കി. എന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ എന്തെല്ലാം ചെയ്യണം? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1, നമ്മൾ ദേവാലയത്തിൽ നേരത്തെ വരണം. പരിശുദ്ധ കുർബാനയിൽ യോഗ്യമായി സംബന്ധിക്കണം. കുമ്പസാരിക്കാൻ അവസരമുണ്ടെങ്കിൽ കുമ്പസാരിക്കണം. വേദപാഠം അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങളിൽ സംബന്ധിക്കണം. ജീവകാരുണ്യ പ്രവർത്തനം, പള്ളിയിലൊക്കെ ആളുകൾ വയ്യാതെ കിടപ്പുണ്ട്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ പോയി കാണണം. അല്ലെ ഏതെങ്കിലും അഗതി മന്ദിരത്തിലൊക്കെ മക്കളെയും കൊണ്ട് പോകണം. വീട്ടിലിരിക്കണം. ദൈവകൽപ്പന അനുസരിക്കാൻ ഒരു വ്യക്തി തീരുമാനം എടുത്താൽ ആ കുടുംബം അനുഗ്രഹിക്കും.